ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ടു മൈ ന്യൂ ചാനൽ. ഈ ചാനൽ ഒരു ഗെയിം പ്ലേ ചാനലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 1 ടു പ്ലേ. ഡിഫിക്കൽട്ടി ഈസിയാണ്, ഫസ്റ്റ് ടൈമാണ് കളിക്കണത്. ഓക്കെ, കണ്ടിന്യൂ. എസ്കേപ്പ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഐറ്റം എന്തിനു കിട്ടുന്നോ ആ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നോക്കാം എന്തിനാവുന്നു. Okay, day 1 start. Okay, first time ഇവിടെ എന്തിനാണ് നോക്കാം. Leave this house. Okay. ഓമ്പൂ ഓടിക്കൂ. ജസ്റ്റ് ഒന്ന് പേടിച്ച് തണ്ണി മൊത്തം കിട്ടും. സംതിങ് ഇൻസൈഡ് ദി മെലൺ. നമുക്കിതുവഴി അപ്പുറം ചാടാം. ഗെയിം പ്ലേ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ചെറിയ സ്റ്റക്കൊക്കെ കാണും. ചെറിയ സ്റ്റക്കുണ്ട്. ഫോണിലാണ് കളിക്കുന്നത്. ഇത് നല്ല സ്റ്റക്കുണ്ടല്ലോ. ഓക്കെ, മാസ്റ്റർ കീ ആണ്. ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ഗൈസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടെ കൂടെ എന്തിനാണ് ചെക്ക് ചെയ്തത്. ഷോട്ട് ഗൺ പീസ് ഉണ്ട്. ഓക്കെ, നമുക്കിതൊരു അകത്ത് കയറാം. ഈ ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. കാർ ബാറ്ററി ഇരിക്കുന്നു. ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്കിതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ അതിലുണ്ടാകും നോക്കാം. ഇവിടെ സ്പാർക്ക് പ്ലഗ്. കാർ എസ്കേപ്പ് ചെയ്യണോ? കോഡ് നമ്പർ 2 ആണ്. ഗ്രാനി അമ്മൂമ്മേരെ അടുത്ത് പോവാ. അടിച്ചിട്ടോ. മണ്ടത്തരം കാണിച്ച്. ട്രാപ്പർ ശ്രദ്ധിച്ചില്ല. സെക്കൻഡ് ഡേ നോക്കാം. ഞാൻ ഇതുവരെ ഫോണിൽ കളിച്ചില്ല. ആദ്യമായിട്ടാണ് കളിക്കണത്. ഇത് ഗ്രാനി ആദ്യമായിട്ടാണ് ഞാൻ കളിക്കണത്. ഞാനൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ട് ഗ്ലിച്ച്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം അത് ഈ ഗ്രാനി അമ്മേനെ ഇങ്ങോട്ട് വിളിക്കണം. ഓക്കെ, ഗ്രാനി അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോകണം നോക്കാം. എന്നിട്ട് നമുക്ക് പോവാം. അമ്മമ്മ ഇനി അമ്മ എവിടെ പോകണം നോക്കണം. റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അമ്മ മോളിൽ പോകില്ല. സത്യം പറഞ്ഞ വിഷമാവും. അമ്മമ്മ താഴോട്ടാണ്. ഇല്ല, അമ്മ അങ്ങോട്ട് പോയി. എന്നെ കണ്ടു. കൂടെ പോ. ഗ്രാനിയുടെ പിക്ചർ പീസ് ഇരിക്കുന്നു. ലൈഫ് കൂട്ടണോ? ആവശ്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ഡോർ എസ്കേപ്പ് ചെയ്യണം. കാറിൻ്റെ മിക്ക ഐറ്റംസ് ഞാൻ കണ്ടതോ അവിടെ ഗ്യാസോലിൻ ഇരിക്കുന്നത്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്, ബാറ്ററി ഉണ്ട്.
ഇതിൽ ചെയ്യണോ നോക്കാം. ഞാൻ പറയണ കാർ എസ്കേപ്പ് ചെയ്യാമെന്ന്. കാർ എസ്കേപ്പ് ചെയ്താലേ കാർ എസ്കേപ്പ് ചെയ്യാതാണ് നല്ലത്. ഗ്ലിച്ച് ഇവിടെ ഈ സാധനം ഇടുക, ഇവിടെ ഒളിക്കുക. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. അകത്ത് പൊട്ടിച്ച് കയറണം, അതാണ് ഇത്. ഹാമറില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? പൊട്ടിച്ചോ? ഒരെണ്ണം പൊട്ടിച്ച്. ഓക്കെ, എല്ലാം പൊട്ടിച്ച്. ഗ്ലിച്ച് വർക്കൗട്ടാണ് ഗൈസ്. ഇത് ചുമന്നെടുക്കണം സാധനം. ഗ്രാനി പോട്ട് നമുക്ക് ഒരു പ്ലാങ്ക് എടുക്കണം. ഓക്കെ, ഒന്ന് ഗ്രാനി. ഇപ്പോൾ സൗണ്ട് ഇട്ട് ഇങ്ങോട്ട് വരും. പറഞ്ഞല്ല, ഇനി ആ സാധനം തള്ളിയിട്ട് പിന്നെ അവിടെ നിൽക്കും. ചില ടൈം ഗ്രാനി ഗ്ലിച്ചടിച്ച് അവിടെ നിൽക്കും. തൊല്ലയാണ്, ശല്യം കാരണം കണ്ട, അത് ചിലപ്പം തള്ളി വരും. കണ്ട, തള്ളിയിട്ട് പക്ഷെ വീണില്ല. ആ സൗണ്ട് കാരണം വരൂ. അവിടെ എന്തിനാ കിടക്കുന്നു? പാർട്ട് ഓഫ് എ ഷോർട്ട് ഗണ്ണ് മിക്കവാറും എടുക്കേണ്ടി വരും. നമുക്കിതിവിടെ പ്ലേസ് ചെയ്യാൻ. ഇത് ബ്രോക്കൺ സാധനം. ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരുമായിരിക്കും. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ വിളിച്ചു നിർത്താം. നമുക്ക് ഗ്രാനി ഇങ്ങോട്ട് വന്നിട്ട് താഴെ പോവാം. എന്നിട്ട് കാറിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാം. കണ്ട, വാ ഇങ്ങോട്ട് വാ. നമുക്ക് വഴി പോവാം. ഇവിടെ വല്ലതുണ്ടോ? കാർക്ക്. അപ്പോൾ കാർ എസ്കേപ്പ് തന്നെ ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത്. നെവർ മൈൻഡ്, നീ ഇവിടെ കിടന്നോളൂ, വിഷമിക്കണ്ട. കണ്ടോ നമ്മൾ? കണ്ടെന്നോ? പോട്ടെ ഗൈസ്. വെപ്പൺ കീയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രാനിക്ക് 2 പടക്കം കൊടുക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, കാർക്ക് ഇവിടെ കിടക്കട്ടെ. വെപ്പൺ കീ ഒന്ന് എടുത്തേക്ക്. ചിലപ്പം നമുക്ക് ഗ്രാനിൻ്റെ വായിൽ കുറച്ച് സിഗരറ്റൊക്കെ അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഇവിടത്തേക്കുള്ള ബാറ്ററി ഇത് വല്ല കാര്യം പറയാൻ നേരത്തെ തന്നെ അത് കയറും. നമുക്ക് വെപ്പൺ കീ എടുത്തുകൊണ്ട് വരാം. ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട്, അതും എടുക്കണം. പിന്നെ ഷോർട്ട് ഗണ്ണ് ചിലപ്പോൾ റെഡിയാക്കേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് വല്ല സൂന ഇല്ല. ആദ്യം ഇങ്ങനെ വിളിക്കണം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരാനുള്ള ധൃതിയിലായിരിക്കും. നമുക്ക് ഷോർട്ട് ഗണ്ണ് ആദ്യം നമുക്കൊരു മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഗ്രാനി സൗണ്ട് കേട്ടില്ല. ആവശ്യമുള്ള ടൈമിൽ ഒന്നും വരില്ല. സൗണ്ട് കേട്ട് മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കാം. മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇനി നമുക്ക് അവിടെ ഒരു സാധനം എടുക്കാണ്ട് അതെടുക്കാം. നമ്മളിവിടെ നോക്കിയിട്ട് പോകും. വിഞ്ച് ഹാൻഡിൽ, കിണർ പോലെയുള്ള സാമാനം, പിന്നെ ടെഡി സ്ലെൻഡറീനിക്ക് കൊടുക്കാനുള്ളു. അത് ചാപ്റ്റർ 3 തൊട്ടാണ് സാമാനം പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കിയത്. ഇവിടെ അല്ലേ കട്ടിംഗ് പ്ലെയർ? അല്ലല്ലേ, കട്ടിംഗ് പ്ലെയർ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഷൂട്ട്. അപ്പം നമുക്ക് കാർ എസ്കേപ്പിനുള്ള സാമാനം നോക്കാം. ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കിടക്കട്ടെ, ആവശ്യമുണ്ട്. ഇനി ഈ സാധനം എടുക്കുക.
ഇനി എന്തൊക്കെ വേണം? ഇവിടെ ഒരു ലോക്കുണ്ട്, പാഡ്ലോക്ക്, ഇവിടെ ഒരു റേഡിയേറ്റർ, ഫ്രഞ്ച്, പിന്നെ ഗ്യാസ് സിലി. ഇത്രയും മതി, നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഓക്കെ, സ്പാർക്ക് പ്ലഗ് ഞാൻ ഇവിടെ കണ്ടാണ് മറന്നു. അതുവരെ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് ഈ സാധനം തുറക്കാം. ഇതേ പാടല്ലോ ലോക്ക് കിട്ടണേ. സേഫ് കീ ഇതാണ് സേഫ്. ചെയിൻ കട്ടർ ഡോർ എസ്കേപ്പിനുള്ള സാധനമാണ്. കട്ട് ചെയ്ത് വെച്ചാൽ ഇതിന് വേറെ പ്രശ്നമുണ്ട്. ചെയിൻ കട്ടർ വെച്ച് നമുക്ക് ഇത് വയർ കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? പിന്നെ ഇങ്ങോട്ടും പോകാനുണ്ട്. റിമോട്ട് കയ്യിൽ വെച്ചേക്കാം. സ്പാർക്ക് പ്ലഗ് എവിടെ ഇല്ല ഉണ്ടോ? ഗ്രാനി ഇപ്പോൾ ഇവിടെ വരും. അമ്മൂമ്മ കണ്ണ് ചുമന്നിരിക്കണം. അമ്മൂമ്മേര് ചെറിയ ചോപ്പുണ്ട്. അയ്യോ പെട്ട് എത്തിപ്പിടിക്കൂ. ഇല്ല, അമ്മ ഇവിടെ വാ. അമ്മൂമ്മ അവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ ഒരു ഇതുണ്ട്, അത് തുറക്കാം. യൂസ് ഓപ്പൺ. ഇവിടെ ഉണ്ട് ഈ കുറേ പിക്ചർ പീസ് കിട്ടി. പിന്നെ ഈ പെപ്പർ സ്പ്രേ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ഡ്രോപ്പ്. സ്പാർക്ക് പ്ലഗ് എവിടെ കണ്ടോ? ഇവിടെയാണ് സ്പാർക്ക് പ്ലഗ്. ഞാൻ എവിടെ കണ്ടാ അത്. അമ്മൂമ്മ ഇപ്പം ഇവിടെ വരും. കണ്ടോ? ആ ഗണ്ണ് വെച്ച് അമ്മയ്ക്ക് ഒരു സിഗരറ്റ് ഇല്ലെങ്കിൽ ഒരു ലഡ്ഡു കൊടുക്കാം. എപ്പോഴും അമ്മയുടെ ബാഗ് കൂടെ ഇറങ്ങാൻ എനിക്ക് വയ്യ. വാ ഇങ്ങോട്ട്. സ്പാർക്ക് പ്ലഗ് ഇവിടെയാണോ? ഉണ്ട്. അയ്യോ തെമ്പി. വരണം. അല്ലെങ്കിൽ ലഡ്ഡു നമുക്ക് പിന്നെ കൊടുക്കാമല്ലോ. നമുക്ക് ലഡ്ഡു പിന്നെ കൊടുക്കാം. ഇപ്പോൾ കൊടുത്താൽ ശരിയാവില്ല. സ്പാർക്ക് പ്ലഗ് ഞാൻ ഇവിടെ കണ്ടത്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കണ്ടാവല്ലോ. മോളിലാവാൻ ചാൻസ് ഇല്ല. ഇവിടെയാണ്. ഇവിടെയോ അല്ല. പിന്നെ ഞാൻ എവിടെ കണ്ടത്? ഇവിടെയാണ്. ഫ്രഞ്ച് കിട്ടി ഗൈസ്. See you. ഹലോ ഞാൻ ഇവിടെ കണ്ടത് ഫ്രഞ്ച്. പക്ഷേ അതില്ല. ഞാൻ സ്പാർക്കിലൊക്കെ ഞാൻ ഇവിടെ കണ്ടത്. എനിക്കങ്ങ് ഓർമ്മ കിട്ടണില്ല. അല്ല, ഇപ്പം ഈ ഫ്രഞ്ച് വെച്ചൊരു കാര്യമില്ല. ഇവിടെ ഇട്ടേക്കാം. റേഡിയേറ്റർ വെക്കണം, എന്നിട്ടല്ല കാര്യമുള്ളൂ. ഇപ്പം അമ്മൂമ്മ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെ നോക്കിയോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ കാണിക്കാം. എന്ത് വാ ഇങ്ങോട്ട്. അയ്യോ സ്റ്റെപ്പ്. ഇങ്ങോട്ട് വാ. എസ്കേപ്പിൻ്റെ മിക്കയായിട്ടും കിട്ടിയ സ്പാർക്കിലൊക്കെ എവിടെ കണ്ടാകുന്നു. സ്പാർക്ക് പ്ലഗ് ഓർമ്മക്കില്ല. ഇവിടെ വല്ലതും നോക്കാം, വില കിട്ടിയാലോ.
എവിടെ പോയ അമ്മൂമ്മ? ഈ സാധനം ഇവിടെ ഇട്ടേക്ക്. അമ്മൂമ്മേരെ ചില സ്പോണിങ് പോയിന്റ് ഇവിടെ ഞാൻ ചില വീഡിയോയിൽ കണ്ടുണ്ട്. അവിടെ സ്പാർക്ക് പ്ലഗ് വിഞ്ചാണല്ലോ എടുത്തിട്ട് ആവശ്യമുള്ള സാധനം. സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്ലഗ് ഇവിടെ നോക്കില്ലല്ലേ നമ്മൾ. പിന്നെ വരാം. ഹാമർ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ വിൻസെൻ്റ് ആൾക്കാർക്ക് ഹാമറായിരിക്കും കിട്ടണത്. നമുക്ക് നേരെ വെളിയിൽ പോകാം. നമുക്ക് ICUയിൽ കയറ്റാം. ഇതാവട്ടെ, അമ്മൂമ്മ പറഞ്ഞെനിക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്ത് വെക്കും? റേഡിയേറ്റർ അല്ലെങ്കിൽ ഹാമർ. റേഡിയേറ്റർ കിട്ടി അത്ര നല്ലത്. ഞാൻ പറഞ്ഞതൊന്നും റേഡിയേറ്റർ എപ്പറാ? സോറി കേട്ടോ, റേഡിയേറ്റർ അല്ല, എൻജിൻ പാർട്ടായിരുന്നു. സൗണ്ട് കേൾക്കില്ല ഇവിടെ? വേണ്ട, സൗണ്ട് കേൾപ്പിക്കാൻ. സൗണ്ട് കേട്ടല്ല. ഓക്കെ, ഇനി അമ്മ വരട്ടെ. ഇങ്ങോട്ട് വരും, നമുക്ക് താഴെ പോകാം. ഇവിടെയാണ് സ്പെഷ്യൽ കീ കണ്ടത്. സ്പാർക്ക് പ്ലഗ് സ്പെഷ്യൽ കീ. സ്പാർക്ക് പ്ലഗ് ഞാൻ ഇവിടെ കണ്ടത്. ഈ ഓർമ്മ കിട്ടണല്ലേ. ഇനി പാഡ്ലോക്കിയും കൂടെ മതി. സ്പാർക്ക് പ്ലഗ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കാം. പാഡ്ലോക്കിയും കൂടെ കിട്ടിയാൽ പിന്നെ സെറ്റ്. വീട്ടിൽ പോവാം. ഇല്ല, ഹാമറും വേണമല്ലേ. ഗ്യാസലീൻ എടുത്തില്ല, എടുക്കാം. Where is the hammer? ഇത് വേറെ എന്തെങ്കിലും വേറെ ഇനി വല്ല എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമുക്ക് സ്പൈഡർ മോൻ്റെ അടുത്ത് പോകണം. പിന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അമ്മൂമ്മ ഇങ്ങോട്ട് വരും. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത്രയും ചെറിയ വീട്ടിലാണ് അകത്ത് വേറെ സ്പേസ് കണ്ടത്. അല്ല, അത് അങ്ങോട്ടും കുറച്ചുണ്ട്. ഇപ്പോൾ വരും, അത് വന്നു. ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി സ്പെഷ്യൽ കീ എടുത്തോണ്ട് പോവാം. നിങ്ങൾക്ക് ഈ ഗ്രാനിയുടെ കഥ അറിയാമോ? വേറൊരു ഭ്രാന്തിയാണ്. നമ്മളെ കറി വെച്ച് തിന്നാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നു. ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി. സ്പാർക്ക് പ്ലഗ് ഇവിടെയാണോ കണ്ടത്? എന്തോ അങ്ങനെ അകത്ത് കയറി വന്നു എന്ന് തോന്നുന്നു. എന്തൊരു സൗണ്ട് കേട്ടത്? ഗ്യാസലീന് പോകുകയില്ല. ഓക്കെ, അപ്പോൾ അമ്മൂമ്മ ഇങ്ങോട്ട് കയറി വരും. സൗണ്ട് ഇവിടെ ഇടുക, ഇട്ട് കയറുക, കുളിക്കുക. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ്, ഈ ഗ്യാസലീൻ പിന്നെ പാഡ്ലോക്കി, ഈ 3 സാധനവും മതി. ജയിച്ചു. പിന്നെ
സ്ലെൻഡറിനൊക്കെ തേടി പിടിക്കാൻ വരും. അതിന് ഗ്രാനീനെ കൊല്ലണം. ഈ ഗ്രാനി ഉള്ള ടൈം ചെടി എടുത്താൽ ഈ ഗ്രാനി നല്ല ആംഗ്രിയാവും, നല്ല സ്പീഡിൽ ഓടും, നല്ല നമ്മളെ പെട്ടെന്ന് പിടിക്കാൻ വരും. അതുകൊണ്ട് ഈ കൊന്നിട്ട് ചെടി എടുക്കുക. ഇവിടെ വന്ന് ഐസ് ചെയ്യും, പോയ ഐസ് ചെയ്യും. ഒന്നുകൂടെ ഇപ്പം ഐസ് ചെയ്ത് കേട്ടോ. വെയിറ്റ് കണ്ടോ, വാ വാ വാ. ഇപ്പം നമ്മൾ കാലൊടിക്കും കേട്ടോ, ഒടിഞ്ഞു. ഡൈ ഐസില്ല കയറ്റിയല്ലേ. പാടി ഗ്രാനീൻ്റെ മോളെ. ഡൈ നമുക്കിനി ആ സ്പാർക്ക് പ്ലഗ് തപ്പിയിട്ട് നമുക്ക് പോകാം. മാറടി നല്ലവളെ. ആ മാറി, നല്ലവള് തന്നെ. ഇവിടെ അല്ല, ഞാൻ ഇവിടെ നിന്ന് പോയപ്പം ഇവിടെ നിന്ന് തിരിഞ്ഞപ്പം ഇവിടെയും ഇല്ലപ്പം ഇവിടെ ഇല്ല. എന്നിട്ട് പിന്നെ വലിച്ചു വെച്ചേക്കാം. ഇതിൻ്റെ ഹാമർ ആയിരുന്നു. ഞാൻ പറഞ്ഞ ഹാമർ ഉണ്ടെങ്കിൽ ഹാമർ ഇല്ല. സ്പെഷ്യൽ കീ കൊണ്ട് വെച്ചല്ലോ അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു അറ്റംപ്റ്റ് നോക്കാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ബുള്ളറ്റ് ഇല്ലല്ലോ, കുറച്ചതിന് വരും. അപ്പോൾ അങ്ങനെയാണ്. കുറച്ച് മണ്ടിയിൽ വെച്ചിട്ട് ഷൂട്ട്. ഇത് അടയണം. ഇവിടെ ഒരു സ്പൈഡറുണ്ട്. ഗ്രാനിപ്പോൾ വരും. സ്പാർക്ക് പ്ലഗ് ഞാൻ ഇവിടെ കണ്ടത്. ഇവിടെയാണോ? ഇവിടെയുമല്ല. പിന്നെ ഞാൻ ഇവിടെ കണ്ടു. നല്ല ഓർമ്മയുണ്ട് ഇവിടെ കണ്ട പോലെ. നമ്പർ 2 ആണ്. ഈ കാക്കയുടെ അടുത്ത് ട്രസ്റ്റി പാഡിലോക്കി. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അയ്യോ പെട്ട് ചാവൂല. കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് നിൽക്കും. മാറി. പക്ഷെ ഗ്രാനി ചാവും. ഗ്രാനി ഇതുവരെ വരാൻ നേരത്തെ ചാവും. വേറെ ഇവിടെ എന്തെങ്കിലും സത്ത് പോച്ച്. ഗ്രാനി അമ്മമ്മ. ഈ അമ്മമ്മ പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ഞാൻ സ്പീഡ് റൺ ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ പറ്റണില്ല. തീർത്ത് തരാം ശരി. വാ ഒന്ന് ഇറച്ചിയും കൊണ്ട് വോട്ടിങ് ഓടിവാ കണ്ണ. സെത്തുപോ നല്ല മീറ്റ് ഇടാ. കറി വെച്ചോളൂ. യമ്മി. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ഇറച്ചിയും കൊണ്ട് വെച്ച സാധനം എടുത്തിട്ട് വരാം. ആ അറ്റംപ്റ്റിൽ ചാവാതിരുന്നാൽ മതി. ദൈവമേ അതിൽ പാഡ്ലോക്കി വല്ല ഇരിക്കണേ. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടെ, ഗ്യാസലിനും ഹാമർ മതി. ഹാമർ വേണമെന്നില്ല കേട്ടോ. അതൊരു ക്യാമറയാണ്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂട. ഞാൻ കണ്ടിട്ടില്ല. അതിൽ എല്ലാണോ നേരെ പോയി ക്യാമറ പൊട്ടിക്കണത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
ദൈവമേ ഈ അറ്റംപ്റ്റിൽ ചാവല്ലേ ഈശ്വര. വഴി പോയി ഇതുവഴി പോയി ഇതുവഴി പോയി. ബാഡ് സൈഡ് ആവശ്യമില്ല. കഴിച്ചോ? കഴിക്കണമല്ലോ. വാ പേടിച്ചു പോയി. ബാഡ് ന്യൂസ് ഗൈസ്. നമുക്ക് ഗ്യാസ് കഴിയുമ്പോൾ എടുത്ത് നോക്കാം എന്തരാവും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതൊരു എസ്കേപ്പ് ആകാൻ പറ്റും. ഈ വാന് വരാതിരുന്നാൽ മതി. ഓക്കെ കഴിയാറായി. നമുക്ക് താഴെ ഒരു സ്പൈഡറുണ്ട്. സ്പൈഡറിൻ്റെ അടുത്ത് പോകണം. ഇതിവിടെ അല്ലല്ലോ ഉപയോഗിക്കുള്ളൂ. ഇവിടെ പെട്ടെന്ന് ഗ്രാനി വരണം എത്തിക്കണം. ഈ ചെറിയ കുപ്പിയിലാണ് ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് എന്തായാലും ഇവിടെ കണ്ടത്. സ്പാർക്ക് പ്ലഗ് കൂടെ കിട്ടിയപ്പോൾ ഈ പണി കഴിയും. പിന്നെ പാഡ്ലോക്കി കൂടെ ഈ സാധനം ഇറക്കുള്ളൂ. പറഞ്ഞാൽ വിഷമമാവും. സൗണ്ട് വരില്ലല്ലോ ഇവിടെ. സ്പെസിഫിക്കായി പിന്നെ ഹാൻഡ് വീല് ഞാൻ അവിടെ കൊടുക്കുന്നു. ഇതെല്ലാം മറക്കാണല്ലോ. സ്പാർക്ക് പ്ലഗ് കിട്ടിയത് ഞാൻ മറന്നു. അങ്ങോട്ട് അപ്പോൾ ശരി ബൈ. ഞാൻ എന്തിനാ എന്തോ കറങ്ങി. ഞാൻ ഹാൻഡ് വീൽ ബുക്ക് ഞാൻ കൊണ്ട് വെച്ചില്ലല്ലേ. ഞാൻ ഇവിടെ എന്തിനാ കൊണ്ടിട്ടു ഹാൻഡ് വീൽ. സ്ക്രൂ ഡ്രൈവർ അതും കൂടെ എടുത്ത് ഓക്കെ. ഇപ്പം അമ്മ ഇങ്ങോട്ട് ഈ വഴിയല്ലേ ഇതുവഴിയായിരിക്കും പറഞ്ഞോ. വാടി ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് വട്ടം നാരങ്ങ കളിക്കാം. വട്ടം നാരങ്ങ ചുറ്റിയില് ഇവിടെ നമ്പർ 2 ആയിരുന്നു. അതെന്തിനാന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും കറങ്ങിയാണ് കാണുന്നത്. എന്തിനാ ഓക്കേ. എന്തിനാടി അല്ല ഓക്കേ. സ്പാർക്ക് പ്ലഗ് എന്തിനായാലും എവിടെ പോയി ഞാൻ കണ്ടത്? എവിടെയാണ് കണ്ടത്? സ്പാർക്ക് പ്ലഗ് കണ്ടേ. കിട്ടിയേ. സ്പാർക്ക് പ്ലഗ് കിട്ടിയേ. സ്പാർക്ക് പ്ലഗ് കിട്ടി ഗൈസ്. Finally we got it. കണ്ണിൽ കുരുവാണോ ബ്രോ? നമുക്ക് രക്ഷപ്പെടാം. എടാ ഇനി ഒരു ഐറ്റം കൂടെ മതിയടാ. പാഡ്ലോക്കിയും കൂടെ മതിയടാ രക്ഷപ്പെടാൻ. We have only one item. Padlock key. നീ ഇത് അടച്ചു വയ്ക്കാം. ഇതും അടച്ചു വയ്ക്കാം. ചിരി തീറ്റി തരാം. നീ ഇങ്ങോട്ട് പോ.
സ്ക്രൂ ഡ്രൈവർ അവിടെ ഉണ്ട്. നമുക്ക് സ്പൈഡർ കീ കൊടുത്ത് നമുക്ക് പോവാം. ഗ്രാനി പോട്ട് ഈ കണ്ടായോ? ഇവിടെ ഇരുന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ബാഡ് ലോക്കിയും കൂടെ മതി. ലക്കുണ്ടെങ്കിൽ ബാഡ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ സ്ഥലത്തേക്ക് കാണും. എനിക്ക് ലക്കില്ലല്ലോ. നോക്കാം. ഇതിന് മറവി രസമുണ്ട് ഉറപ്പിച്ച്. നമുക്ക് ഇതിനെ അപ്പുറത്ത് വിളിച്ച് വരുത്താം. അതേ നടക്കുള്ളൂ. ഇതെന്താ സൗണ്ട് കേൾക്കാത്ത ഇവിടെ? പിടിച്ച ഇനി അതിങ്ങോട്ട് വരും. പക്ഷെ നല്ല കേൾവി ശക്തി. We appreciated that. ഇവിടെ സൗണ്ട് കേൾക്കില്ല. അത് നമ്പർ 2 ആണ്. സൗണ്ട് കേൾക്കും. പക്ഷെ ഇവിടെ ട്രാപ്പ് ഇങ്ങനെ അടി പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പോവാം. സ്വർഗത്തിലേക്ക് നിനക്കുള്ള വഴി വഴി വരൂ. വരണം. ഓടിവ കണ്ണ. നമുക്കൊന്ന് ഒളിക്കണം കേട്ടോ. ഒളിച്ചോ. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്പൈഡർ കീ പെട്ടെന്ന് എടുക്കണം. ഈ നല്ല അമ്മൂമ്മ എവിടെ പോയാൽ എന്തോ ശ്രദ്ധിച്ചില്ല. ഷിന്തോ ദൈവമേ ഇതാ വരണം. നല്ലവളെ പൊടി നല്ലവളെ. നമുക്ക് വേറെ വഴി പിടിക്കാം. ഇവിടെ ഒന്ന് നിൽക്കട്ടെ. ഇപ്പോൾ ട്രാപ്പിൽ കുടുങ്ങിയാണ്. ഓക്കെ, ഫൈനലി സ്പാർക്ക് പ്ലഗ് കിട്ടി. സന്തോഷം. ഇനി നമുക്ക് സ്പൈഡർ കീ എടുത്തുകൊണ്ട് പോവാം. ഈ അമ്മയ്ക്ക് എന്ത് ഇത്ര വരാം? ഇനി അമ്മ ഇവിടെ വരട്ടെ. വന്നിട്ട് ഞാൻ നിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. കുറേ നേരങ്ങൾക്ക് ശേഷം അമ്മമ്മ അവിടെ നിന്ന് നിരങ്ങി ഇതുവരെ എത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും സാധിച്ചിട്ടു. അതായിരിക്കും ആ താക്കോൽ. ഈ ഛർദ്ദിച്ചിരുന്ന സാധനം ആയിട്ടിട്ടിട്ട് ഇനി ആ സൗണ്ട് ആയിട്ട് ഗ്രാനി അമ്മമ്മ ഇങ്ങോട്ട് വരും. ഈ സാധനം താഴെ ഒഴിച്ചോളും. അതാണ് സ്പൈഡർ ഗ്രാനി. ഈ ബോഡി ഒന്നുമില്ല, പക്ഷേ ഈ തലയും സ്പൈഡറിൻ്റെ കാലൊക്കെ ആയിരിക്കും. അത് അലിഞ്ഞു പോയി. അമ്മമ്മ വന്നു. ഓക്കെ, ഈ സാധനം എടുത്ത് നമുക്ക് താഴെ പോവാം. അമ്മമ്മ പോയോ? താഴെ പോയടേ. നമുക്കെല്ലാം തുറന്ന് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് താഴെ പോവാം. ലക്കുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ കാണും സാധനം. ഐ ഹാവ് എ ലക്ക്. സാധനം ഇല്ലെന്ന് തോന്നണ്ട. ഇതാ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടണോടാ. ഉരുണ്ട് പോയി. ഇവിടെ ഉണ്ടോ? ഇതാണ് സ്ഥലം. ഇവിടെ ഇതിൻ്റെ അകത്തൊരു ഒരു സാമാനം കാണണം, പക്ഷെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തും ഇല്ല. ബാഡ് ലക്ക്. പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ. ഇത് തുറക്കണം. ഇതാണ് ഇതിൻ്റെ അകത്തെടുത്ത് പോയി. ഓക്കെ,
ഞാൻ പേടിച്ച്. പെട്ടെന്ന് പോ, എല്ലാം പെട്ടെന്നായിരിക്കും. എന്നെ പിടിക്കില്ലേ. ഓക്കെ, എന്നെ പിടിച്ചില്ല ഗൈസ്. ഇതിൻ്റെ അകത്തെങ്കിലും പാഡ്ലോക്കി കിട്ടിയാൽ മതി, പോവാൻ ഞാൻ വീട്ടിൽ. ഇത് മറ്റേ വഴിയാണ്. സൗണ്ട് ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ. എനിക്ക് ഈ സ്ഥലം നല്ല പേടിയാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കയറി വരും. ഇതാ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, മറ്റേ ഗ്രാൻഡിൻ്റെ തലയും ബാക്കിയുള്ള ഫ്ലാറ്റിൻ്റെ കാര്യം. എൻ്റെ മൂക്ക് നോക്കും അടുത്ത് നല്ല ചെയ്യാൻ തോന്നും. ഇതിൽ ചില ടൈമിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ പോയി നിൽക്കാതെ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് കളയും. ഒരു ജംസ്കെയറോ നമ്മളെ പിടിക്കുകയും ചെയ്യും. ഇങ്ങോട്ട് പോയി നമുക്കിങ്ങോട്ട് ഹാമർ കിട്ടി ഗൈസ്. നമ്മുടെ അടുത്ത് പറയാൻ പറ്റൂല, ചിലപ്പോൾ മറ്റേ പൊളിക്കടത്തി കാണും. നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്ത് സാധനം ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ചേട്ടക്ക് ഗ്ലിച്ചുണ്ട്. ഇതിൻ്റെ ഒരു ഗ്ലിച്ചുണ്ട്. ഈ ചവറിൻ്റെ അകത്തോടൊക്കെ കയറി വരും. അതൊക്കെ സഹിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെയാണ് ഈ കാലാണ് ഞാൻ നോക്കണത്. സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറിൻ്റെ ജോലി ഇങ്ങോട്ടില്ലല്ലോ. അങ്ങോട്ട് നേരെ പോകണം. ഇതാണ് സ്ഥലം. ദൈവമേ, പാഡ്ലോക്കി മാത്രം മതി എനിക്ക്. ഈശ്വര, തോകയില്ലാത്തതാണ്. ഇനി അതും നോക്കണമല്ലോ. എനിക്കിനി അതും സംശയമാണ്. നോക്കാം. നമ്പർ 2. നമ്പർ 1 പറഞ്ഞാൽ ബോംബാണ്, പൊട്ടിത്തെറിയും. ഈ ഡൈ ഇതിൻ്റെ അകത്ത് കാണുന്നതേ കട്ടിങ് പ്ലെയർ. ഇപ്പോൾ താഴെ നോക്കാത്ത സ്പൈഡർ മുമ്പ് ഇങ്ങനെ ഒന്ന് നിൽക്കും. അല്ലെങ്കിൽ ഓടി വരെയിരിക്കും. വരണില്ലല്ലോ. വിളിച്ചടിച്ച് പോവൽ. ഇനി പോയാലും കുഴപ്പമില്ല, നിന്നെ എനിക്ക് വേണ്ടല്ലോ. എങ്കിലും വരൂ. ഇതോ നിൽക്കണം. എന്നെങ്കിലും വരൂ. ഇപ്പം ഞാൻ വെളിയിറങ്ങണം, അതൊന്ന് പിടിക്കണം. എല്ലാം കറക്റ്റ്. കോകുവിലും എടുത്തില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഡേ 3 ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ നമുക്കൊരു റിവഞ്ച് ഡേ ആയിട്ട് പിന്നെ വരാം കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അമ്മ ഇവിടെ നാളെ നോക്കണം. സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. അമ്മ വരട്ടെ. അമ്മ വന്നിട്ട് നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അമ്മൂമ്മ വന്നു ഗൈസ്. വന്നു അമ്മ വന്നു. അമ്മ വന്നേ. പോമ്മ വേണ്ട. എനിക്കെന്നെ ആ കട്ടിങ് പ്ലെയർ എടുത്ത് ആ കോകുവിൽ പോയി എടുക്കണം. എന്നിട്ട് അവിടുത്തെ കോകുവിൽ പോയി എടുക്കണം. പ്ലേ ഹൗസ് കീ കിട്ടിയില്ല. പടിയാണെല്ലാം കൂടെ ചേർത്ത്.
നടക്കണില്ലല്ലോ. ഇത് പോയാണ്. വിളിച്ചടിച്ചത് വിളിച്ചടിച്ചില്ല. അടിച്ചില്ല. ആ കൈ നോക്കിയാൽ മോഹം. ഞാൻ ഒന്നും ചെയ്തില്ല, തനിയെ കൗണ്ട് വന്നു. ഇറങ്ങി ഓടിയാല് കണ്ടു. എപ്പറാ പോയാലും എനിക്കല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് എപ്പോഴും പറയുന്നു, ഈ വീഡിയോയിൽ ഈ ചാലഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ വരും. ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോകും. ഞാൻ പോകുള്ളൂ, ഉറപ്പാണ്. അവിടെ ആടി നല്ലവളെ. ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. എന്താ ഇതൊഴിയും പോവാല്ലോ. വിചാരിക്കുന്ന കോകുവേലിൻ്റെ അകത്തായിരിക്കും ഞാൻ. ഈ ഹാമർ എല്ലാം പിടികിട്ടണോ. നമുക്കെല്ലാം പെട്ടെന്നാവും. സ്പീഡ് റൺ ഗൈസ്, സ്പീഡ് റൺ മൂഞ്ചി പെട്ടെന്ന്. എന്തായാലും കേട്ടു. ഈ കോകുവീട് നമുക്ക് മുറിച്ചങ്ങ് എടുത്തേക്കാം. ഗ്രാനിപ്പോൾ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ സ്ലെൻഡറിനെ കയ്യിലായിരിക്കുമോ, സംശയമില്ലാതില്ല. നമുക്ക് സ്ലെൻഡറിനെ തുറന്നു നോക്കാം. അത് ഇനി വല്ല നടക്കുള്ളൂ. എന്തെങ്കിലും വരും. അമ്മൂമ്മ പെട്ടെന്ന് എന്തെങ്കിലും വരും. ഇത് അല്ലെങ്കിൽ നീ ഇവിടെ വാ, ഞാൻ ഇവിടെ ഉണ്ട്. ഐസിയിൽ കേട്ടിത്തരാം കേട്ടോ എൻ്റെ ചിരി. ഈ അമ്മൂമ്മ വരണില്ലല്ലേ. ആദ്യം പോയി ഗണ്ണെടുക്കണം. ഗണ്ണെടുത്തിട്ട് അമ്മനെ വെടിവെച്ചിട്ട് സ്ലെൻഡറിൻ ആ ടെടി എവിടെ ഇരിക്കണം അവിടെ വെച്ച് തന്നെ വെടിവെച്ച് പോലെ. എന്നിട്ട് ആ ടെടി എടുത്തോണ്ട് ഓടാം. എപ്പടി ഐഡിയ. എന്തെങ്കിലും വരും. പറഞ്ഞില്ലല്ലോ അത്. എൻ്റെ സ്പീഡ് റണ്ണ് കൊളവാക്കാനാണ് കേട്ടോ. വാ നീണ്ട നാളുകൾക്ക് ശേഷം തിരുമ്പി വന്നിട്ടേ അങ്ങനെയാണ്. ഇത് നേരെ വെളിയിലുണ്ടിട്ടേക്ക്. ഇതാണ് പ്ലേ ഹൗസ്. പണ്ട് ഇതിനകത്ത് പട്ടി ഉണ്ടായിരുന്നു. ഏത് പട്ടിയെന്ന് അറിയാമോ? പിഗ്, ബുള്ള്. ഞാൻ പറയില്ല, പഗ്ഗായിരുന്നു. ഓക്കെ, ഇനി ഗണ്ണും എടുക്കണം. പല ശബ്ദം കേൾക്കും. പെട്ടെന്നെല്ലാം പെട്ടെന്നായിരിക്കും. ഹാമർ ഇട്ടില്ലെങ്കിൽ അത് തുറക്കണമായിരുന്നു. ഗണ്ണ് ഞാൻ ഇവിടെ ഇട്ടാണ്. മുകളിൽ സോറി, ഇവിടെ ഇല്ലേ. പെട്ടെന്ന് പോയി ടാർട്ടെടുക്കണം, അണ്ണാക്കിൽ തള്ളണം, ഫ്രണ്ടിനെ ടെടി എടുത്തോണ്ട് ഓടണം.
സൗണ്ട് കേൾപ്പിച്ചില്ലല്ലേ. ദൈവമേ കാത്തുരക്ഷിക്കണേ. ഉരുണ്ട് പോകണം. എനിക്ക് വയ്യ. ദൈവമേ ഫ്രണ്ടറിന് തരണേ. എനിക്കത് മാത്രം മതി. ഒരു കുനിയാൻ പറ്റില്ലല്ലേ. അമ്മയ്ക്ക് നട്ടല് വേദനയാണ്. ഇങ്ങോട്ട് എനിക്കവിടെ നേരെ പോവേണ്ടത്. ഡൈ ത്രോ ചെയ്തോ. എല്ലാം സ്പീഡുണ്ട്. എല്ലാം പെട്ടെന്നായിരിക്കും. അയ്യോ ഈ ഇടിയേക്കടത്ത് എനിക്കും പേടിയാവണല്ലേ. അയ്യോ പെട്ടെന്ന്. അതിൻ്റെ അകത്താണ് കൊണ്ടിടാനുള്ള. ഇതേമേ ഇതെങ്കിലും തരണേ. ഇതാ ലെൻസ് മാത്രം കാണിക്കുന്നു. വല്ലതും തരണേ. വല്ലതും തരണേ. വല്ലതും തരണേ. എടാ ഒന്നും തന്നില്ലടാ. ഒന്നും തന്നില്ല. അയ്യോ ഇതെന്തിരി. ഒന്നും ചെയ്യല്ല. അങ്ങ് ചാടാം. സ്പൈഡർ മാമ ഐ ആം കമ്മിങ്. ഇന്നലെ നേരത്തെ ഞങ്ങളെ പിടിച്ചത് കാലത്തോടിഞ്ഞു. പിന്നെ ഒടിഞ്ഞു. ഈ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ യോഗം. അമ്മൂമ്മേനെ ഇങ്ങോട്ട് ആദ്യം വിളിച്ചു വരുത്തും. ഈ അമ്മൂമ്മ എവിടെ? ധൈര്യം ഒപ്പിച്ചങ്ങ് ചാടണോ? ഇവിടെ ഇല്ലായിരുന്നു. അങ്ങ് പോവാം. അയ്യോ വേറെ പെഡ്ലോക്കി പ്ലേ ഹൗസ് കീ കിട്ടി ഗൈസ്. ഓക്കെ ഇനി ആ കോഗ് വീലെടുത്തോണ്ട് പോയാൽ പോരെ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ആ പാഡ്ലോക്ക് മാത്രം തന്നാൽ മതിയായിരുന്നു. വേറെ ഒന്നും എനിക്ക് വേണ്ട. പ്ലേ ഹൗസ് കീ കിട്ടി. സൗണ്ട് ഉണ്ടാക്കി വിളിക്കാം. പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ഇത് എവിടെ പോകണമെന്നെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നെ കൊല്ലാൻ പറഞ്ഞേ. അമ്മ എവിടെ പോകണമെന്ന് മനസ്സിലാക്കാമല്ലോ. ആ പേടി മാത്രമേ ഉള്ളൂ. ഇതൊരു തൊല്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പേടിയാണ്. ഇനി ഇത് തിരിച്ച് കയറി വന്നാലും കോഗ് വീടൊന്നും എടുക്കണമായിരുന്നു. ലെഫ്റ്റ് ആരേത് ലെഫ്റ്റ് പോയി.
സാധനങ്ങളെ ഇവിടെ ഇല്ലല്ലോ. അല്ലേ ഇതാദ്യം പ്ലേ ഹൗസ് നേരെ കൊണ്ട് അവിടെയാണ്. എല്ലാം സെറ്റാണ്. നമുക്കെല്ലാം സെറ്റാക്കാം. ഇങ്ങോട്ട് വാ അമ്മൂമ്മ. ഗ്രാനി അമ്മ അല്ല, സ്പൈഡർ അമ്മൂമ്മ. പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. നമ്മളെ ടെൻഷനാക്കാൻ വേണ്ടി. അവിടെ പോകണം. ഓടിക്കോ. അവിടെ കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പം ഇങ്ങോട്ട് വരെയിരിക്കും. ഇങ്ങോട്ട് പോയേ. ഓക്കെ, ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോയുണ്ട്. പെട്ടെന്ന് വരൂ. ഞാൻ റിസ്ക് എടുക്കാൻ പോണു ഗൈസ്. ഇവിടെ ഇല്ല. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ആകെ പ്രതീക്ഷ. ബാക്കിലോട്ട് പോവാ, ഫ്രണ്ടിലോട്ട് പോവാ. അല്ലേ സ്പീഡ് അപ്പ് മാൻ. എന്തിനു ചെയ്യുക? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കി വയ്ക്കാം. വേറെ വഴിയിൽ എന്തിനു ചെയ്യുക? അയ്യോ ചോര, സ്ക്രീൻ ഫുള്ള് ചോര. അങ്ങനെ വിളിച്ച് ഇഷ്ടപ്പെടുന്നില്ല. നല്ല ലക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എവിടെ നിന്നാണ് വരണം നോക്കട്ടെ. ബാക്കിൽ നിന്നില്ലാണെങ്കിൽ പെട്ടു, ഇവിടെ നിന്നില്ലാണെങ്കിൽ പെട്ടു. ഒന്ന് വരൂ. കണ്ണിൽ കുരുവാടെ ഇതിന്. സീരിയസ്ലി മര്യാദയ്ക്ക് ബാക്ക് ഇറങ്ങി കളിച്ചുകൊള്ളായിരുന്നു. എന്തിനു ചെയ്യാൻ പറഞ്ഞിട്ട് ആ കോഗ് വീല് മാത്രം കിട്ടിയാൽ മതി. എനിക്ക് പറന്നും വേണ്ട. അതിലും ഇല്ലെങ്കിൽ പിന്നെ വേറെ വല്ല ആവശ്യം വരുമായിരിക്കും. ഞാൻ പറഞ്ഞെന്ന് തോന്നണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, എന്നാലും അതെങ്ങനെ പിടിച്ചാന്ന് തോന്നുന്നു. ഗ്രാനി അമ്മ വരട്ടെ. എനിക്ക് ഇതുവഴി ഇങ്ങോട്ടല്ലേ വരണത്. നമുക്കതുവഴി അങ്ങ് പോവാം. എനിക്ക് തോന്നുന്നു കാലൊടിഞ്ഞ് മരിക്കുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോണം. കോഗ് വീലെടുക്കണം.
ഇങ്ങനെ പോയാൽ മരിക്കും ഗൈസ്. എനിക്കൊരു വിശ്വാസമില്ല. എന്നാലും ഐ നോ ഗിവ് ഇറ്റ് ഹോപ്പ്. ഞാൻ തോൽവി കൊടുക്കില്ല. ആകെ ഒരു പേടിയുള്ളൂ, ഗ്രാനി അമ്മൂമ്മ അല്ല ഈ ചെലന്തി അമ്മൂമ്മ എവിടെയാണ് എന്നുള്ള ആ പേടി മാത്രം. വന്നതിൽ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ കളഞ്ഞാണ് ആ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് അല്ലേ ഗ്രാനി. അതെങ്ങോട്ട് പോയി? ഒറ്റ ഓട്ടം. ഒരു നിമിഷത്തേക്ക് കാലികയൊക്കെ ഉറച്ച് ഇങ്ങോട്ട് വരും. ഇതൊക്കെ ഒതുങ്ങി. ഓക്കെ, ഈ അമ്മൂമ്മ എപ്പോൾ വരും? എനിക്ക് ആ കോകുവിൽ മാത്രം മതിയായിരുന്നു. ഞാൻ വീട്ടിൽ പോയാൽ അതിലെങ്കിലും ബാഡ് ലോക്കി കിട്ടണമായിരുന്നു. വരോ എന്നെങ്കിലും. കണ്ണും പെട്ടെന്നോടി ഇങ്ങോട്ട് അപ്പം നിന്നെ കാണും. അത് പോയേ അത് ഇതുവഴി വന്നിട്ട് ഇതുവഴി അങ്ങ് പോയിരുന്നു. എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണമെന്നറിയാം. ഇറങ്ങി അത് കുറച്ചിങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒറ്റ ഓട്ടം പോകാം. ഓടിത്തള്ളിക്കോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഗൈസ് മൈ ലാസ്റ്റ് ഹോപ്പ്. മൈ ലാസ്റ്റ് ഹോപ്പ്. എൻ്റെ ലാസ്റ്റ് ഹോപ്പ് ഇതാണ്. സൗണ്ട് ഉണ്ടായി ഗ്രാനിനെ കൊണ്ട് വിളിച്ചോട്ട്. എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. മൈ ലാസ്റ്റ് ഹോപ്പ്. Can I win this? ഇത് ഏകദേശം നല്ല ലോങ് വീഡിയോ ആയി. നമുക്ക് നോക്കാം. ഈ ഹോപ്പ് കൈ ഇതെന്തെങ്കിലും വരുമോ? ആ ഡോറ് മറിച്ചിടാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ വിശ്വാസം. ആ പറ്റും. നമ്മൾ സിംഗിളായതുകൊണ്ടാണ് ഒരു സീറ്റ് ഞാനെല്ലാം പറിച്ചു കളഞ്ഞത്. കൈവിടല്ലേ ദൈവമേ, കൈവിടല്ലേ ദൈവമേ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇനി കോഗിൽ വെച്ച് നോക്കട്ടെ. അയ്യോ പോ ദൈവമേ. കോഗിൽ ഗായ്സ് പാഡിലോക്കി കിട്ടി ഗായ്സ്. സന്തോഷം. അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ് അമ്മൂമ്മ വാ അമ്മൂമ്മ. അയ്യോ ഗായ്സ് രക്ഷ. ഓ ഗായ്സ് അപ്പോൾ നമ്മളൊന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. ടു ഗെറ്റ് ഗ്രാനി ഹൗസ്. My first video, it will win. Guys, glitch അടിക്കുകയാണ്. ലാഗ് അടിക്കുകയാണ്. സ്റ്റക്ക് ഉണ്ട് ഗായ്സ്.
ഗൈസ് ടു സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ടു ഗ്രാനി ഹൗസിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഗൈസ്. ലാസ്റ്റ് ഹിറ്റ്. ഫൈനലി we get escape. The end. അപ്പം ഫൈനലി വി എസ്കേപ്പ് ഇൻ ഗ്രാനി ഹൗസ് ഇൻ കാർ എസ്കേപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, പീസ് ഔട്ട്.